എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ ചാപ്റ്റർ പാരലോഗ്രാം അഥവാ സമാന്തരികങ്ങൾ. അപ്പോൾ ഒരു സമാന്തരികം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ നമുക്ക് ഒരു സമാന്തരികം വരയ്ക്കണമെങ്കിൽ എന്തെല്ലാം അളവുകളാണ് നമുക്ക് ആവശ്യമുള്ളത്, അതുപോലെ തന്നെ ഈ അളവുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നാം ഒരു സമാന്തരികം എങ്ങനെയാണ് വരയ്ക്കുന്നത്, അതുപോലെ തന്നെ ഒരു സമാന്തരികത്തിന്റെ പരപ്പളവ് അഥവാ ഈ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നാം ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സമാന്തരികത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം നോക്കിയേ, നമുക്ക് റെക്റ്റാങ്കിൾ അല്ലേ, ചതുരം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ചതുരത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അപ്പോൾ ചതുരം എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് നോക്കിയാൽ വശങ്ങൾ വരുന്നുണ്ട്, പിന്നെ കോണുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഡയഗണൽ അല്ലേ, വികരണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ വശങ്ങൾ നോക്കിയാൽ, ഒരു ചതുരമാണെങ്കിൽ ചതുരത്തിന് നമുക്കറിയാം അതിൻ്റെ വശങ്ങൾ ഓപ്പോസിറ്റ് സൈഡുകൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ, നമുക്കറിയാം. ഈ വശവും ഈക്വൽ ആയിരിക്കും, ഇതും ഈക്വൽ ആയിരിക്കും അല്ലേ. ഇതാണ് നമുക്ക് വശത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ കോണുകൾ എന്തായിരിക്കും? നമുക്കറിയാം 4 കോണുകൾ ഉണ്ടായിരിക്കും. 4 കോണുകൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു ചതുരത്തിന്റെ കോണുകളെല്ലാം നമുക്കറിയാം 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വശങ്ങളെ കുറിച്ച് പറഞ്ഞു, കോണുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ വശങ്ങൾ ഓപ്പോസിറ്റ് വശങ്ങൾ ഈക്വൽ ആയിരിക്കും, മാത്രമല്ല അവ സമാന്തരമായിരിക്കും. പിന്നെയോ കോണുകളൊക്കെ 90 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ ഡയഗണൽ അല്ലെ, ഡയഗണൽ നോക്കിയാൽ ഈ വികരണങ്ങൾ എന്തായിരിക്കും? തുല്യ നീളമുള്ളവയായിരിക്കും അല്ലെ, തുല്യ നീളമുള്ളവായിരിക്കും. മാത്രമല്ല അവ പരസ്പരം എന്ത് ചെയ്യും? സമഭാഗം ചെയ്യുന്നു അല്ലെ, ബൈസെക്ട് ചെയ്യുന്നു. അതായത് ബൈസെക്ട് ചെയ്യുന്നത് മനസ്സിലായല്ലോ. അതായത് നോക്കിയാൽ ഇവർ തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടുന്നുണ്ട്. അതെന്തായിരിക്കും? ഈ നീളവും തുല്യമായിരിക്കും അല്ലെ. അതുപോലെ തന്നെ ഈ നീളവും തുല്യമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഒരു റെക്റ്റാങ്കിൾ, ഒരു ചതുരത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് അല്ലെ. ഇനി അതൊരു സ്ക്വയർ ആണെങ്കിലോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം ഇതിന്റെ വശങ്ങൾ എന്തായിരിക്കും? വശങ്ങൾ നോക്കിയാൽ ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് വശങ്ങളാണ് ഈക്വൽ ആണെന്ന് പറഞ്ഞത്. ഇവിടെ എന്തായിരിക്കും? എല്ലാ വശങ്ങളുടെ നീളം തുല്യമായിരിക്കും അല്ലെ. എല്ലാ വശങ്ങളുടെ 4 വശങ്ങളുടെ നീളം തുല്യമായിരിക്കും ഒരു സ്ക്വയർ ആണെങ്കിൽ അല്ലെ, ഒരു സമചതുരമാണെങ്കിൽ. മാത്രമല്ല ഈ ഓപ്പോസിറ്റ് വശങ്ങൾ എന്തായിരിക്കും? നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ അത് പാരലലായിരിക്കും അല്ലെ, സമാന്തരമായിരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് അതിന്റെ കോണുകളുടെ കാര്യം എടുത്ത് നോക്കിയാലോ. കോണുകൾ നമ്മൾ ഇവിടെ പറഞ്ഞ അതേപോലെ തന്നെ എന്തായിരിക്കും? ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഈ 4 കോണുകൾ ഉണ്ടായിരിക്കും, 4 കോണുകളും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ വികരണങ്ങൾ, ഡയഗണലിന്റെ കാര്യം പറയുകയാണെങ്കിലോ, ഡയഗണൽ എന്തായിരിക്കും? തുല്യ നീളമുള്ളവയായിരിക്കും. പിന്നെയോ ഇവ ബൈസെക്ട് ചെയ്യും അല്ലെ. ഇവ നോക്കിയാൽ തുല്യമായി ഭാഗിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ തുല്യമായി ഭാഗിക്കുക മാത്രമല്ല, അതെന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൂടിയാണ്, അതായത് ലംബ സമഭാജിയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി വെച്ചായിരിക്കും. മനസ്സിലായല്ലോ. അപ്പൊ ഇതിൽ നോക്കിയാൽ ഇതിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ല, ബൈസെക്ട് ചെയ്യുന്നുള്ളൂ, കാരണം തുല്യമായി ഭാഗിക്കുന്നു അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഈ ആംഗിളും ഈക്വൽ ഒന്നല്ല അല്ലെ. പക്ഷെ ഇവിടെയാണെങ്കിലോ, ഇവിടെ എപ്പോഴും ഒരു സ്ക്വയറിന്റെ ഡയഗണൽസ് എപ്പോഴും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും, അതായത് ലംബ സമഭാജി ആയിരിക്കും. ഈ ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? ഈ ആംഗിളൊക്കെ 90 ഡിഗ്രി വെച്ചായിരിക്കും. ഇനി നമുക്ക് എന്തിലേക്ക് വരാം? പാരലോഗ്രാമിലേക്ക് വരാം. ഇതാണ് പാരലോഗ്രാം അല്ലെ. നമുക്ക് എല്ലാവർക്കും കണ്ടാൽ തന്നെ അറിയാം ഇതൊരു പാരലോഗ്രാം ആണ്. ഇനി ഇതിന്റെ പ്രത്യേകതകൾ എന്താണ്? ആദ്യം നമുക്ക് വശങ്ങൾ അല്ലെ, വശങ്ങൾ, കോണുകൾ, ഡയഗണൽ അങ്ങനെ ആയിട്ട് നമുക്ക് എടുക്കാം. ആദ്യം വശങ്ങൾ പിടിക്കാം. വശങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എതിർ വശങ്ങൾ അല്ലെ, ഓപ്പോസിറ്റ് സൈഡുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ. ഇതും ഈക്വൽ ആയിരിക്കും, ഇതും ഈക്വൽ ആയിരിക്കും. മാത്രമല്ല അവ പാരലലായിരിക്കും അല്ലെ. അപ്പൊ ഇതും പാരലലായിരിക്കും, ഇതും പാരലലായിരിക്കും. ഇനി നമുക്ക് കോണുകളിലേക്കാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇതിന്റെ ചതുരാണെങ്കിലും സമചതുരാണെങ്കിലും അതിന്റെ 4 കോണുകൾ എന്തായിരിക്കും? 90 ഡിഗ്രി വെച്ചായിരിക്കും അല്ലെ. പക്ഷെ ഇവിടെയാണെങ്കിൽ എന്താണ്? ഇവിടെ 90 ഡിഗ്രി ഒന്നല്ല, കോണുകൾ ഈക്വൽ അല്ല അല്ലെ. കോണുകൾ പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്, ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ. ഒരു സമാന്തരികത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ, ഇപ്പൊ ഈ ആംഗിളും എപ്പോഴും എന്തായിരിക്കും? അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇനി അതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്താണ് കോണുകളെ സംബന്ധിച്ച്? ഇതിന്റെ ഒരു വശത്തിലെ ഓരോ വശത്തുള്ള ആംഗിളുകളുടെ സം എപ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഏത് വശം എടുത്താലും ആ വശത്തിന്മേൽ 2 ആംഗിളുകൾ ഉണ്ടായിരിക്കും അല്ലെ. ആ ആംഗിൾ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 180 ഡിഗ്രി കിട്ടും. മനസ്സിലായോ? അതായത് ഇവിടെ നോക്കിയാൽ ഞാനിപ്പോൾ ഈ വശം എടുത്തു. ഈ വശം എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കോൺ ഉണ്ടായിരിക്കും, ഇവിടെ ഒരു കോൺ ഉണ്ടായിരിക്കും അല്ലെ, 2 കോൺ. ഈ 2 കോണും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 180 ഡിഗ്രി കിട്ടും. മനസ്സിലായല്ലോ. ഇനി ഞാൻ ഈ വശം എടുത്തു വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് അല്ലെ. ഈ 2 ആംഗിളുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ വശം എടുക്കുകയാണെങ്കിലോ, ഈ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 180 കിട്ടും. ഇനി ഈ വശം എടുത്താലും അത് തന്നെ ഈ 2 ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. അപ്പൊ അതാണ് കോണുകളുടെ കാര്യം അല്ലെ. ഇനി നമുക്ക് വികരണങ്ങൾ നോക്കാം, ഇതിന്റെ ഡയഗണൽസ് നോക്കാം.
നാം ഇവിടത്തെ കാര്യം പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെ നോക്കിയ വികരണങ്ങൾ പരസ്പരം എന്താണ്, സമഭാജികളാണ് അല്ലെ, അതായത് ബൈസെക്ട് ചെയ്യും. അപ്പൊ വികരണങ്ങളുടെ നീളം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, വികരണങ്ങളുടെ നീളം തുല്യമല്ലേ. ഈ നീളവും തുല്യമല്ല, പക്ഷെ ഇവ തുല്യമായിട്ടായിരിക്കും എന്തായിരിക്കുക, ഭാഗിക്കുന്നത്. അതായത് നമുക്ക് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഈ നീളം എത്രയാണോ അതേ നീളം തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഈ നീളം എത്രയാണോ അതേ നീളമായിരിക്കും ഇവിടെ ഉണ്ടാവുക. മനസ്സിലായല്ലോ. അല്ലാതെ ഈ നീളവും ഒരിക്കലും ഈക്വൽ അല്ല. വികരണങ്ങളുടെ നീളം തുല്യമല്ല, പക്ഷെ വികരണങ്ങൾ പരസ്പരം ബൈസെക്ട് ചെയ്യും, തുല്യമായിട്ടായിരിക്കും അവ തമ്മിൽ ഭാഗിക്കുന്നത്. ഇനി നമുക്ക് ഒരു ചതുരം വരയ്ക്കണമെങ്കിൽ നമുക്കറിയാം രണ്ട് അളവുകൾ കിട്ടിയാൽ മതി അല്ലേ. ഒരു നീളവും വീതിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചതുരം വരയ്ക്കാം. ഇപ്പൊ നോക്കിയാൽ, ഇപ്പൊ നീളം ഇപ്പോൾ ഒരു 7 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം, വീതി ഒരു 5 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം അല്ലേ. അപ്പൊ ലെങ്ത് 5 സെന്റിമീറ്റർ, അതുപോലെ തന്നെ ബ്രെഡ്ത്ത് ലെങ്ത് 7 സെന്റിമീറ്ററും എൻ്റെ ബ്രെഡ്ത്ത് അല്ലെ വീതി ഒരു 5 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് നമുക്ക് ഈ ചതുരം എങ്ങനെ വരയ്ക്കാം. ആദ്യം നമ്മൾ 7 സെന്റിമീറ്റർ ഈ ലൈൻ വരച്ചു അല്ലേ. 7 സെന്റിമീറ്റർ നമുക്ക് ഈ ലൈൻ വരയ്ക്കാം. അത് കഴിഞ്ഞാൽ നോക്കിയാൽ ഇത് 5 സെന്റിമീറ്റർ ആണ് അല്ലേ. അപ്പൊ ഇത് 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ എന്താ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ആംഗിൾ നമ്മൾ എന്തെടുക്കണം, 90 ഡിഗ്രി എടുക്കണം അല്ലേ. അപ്പൊ ഒന്നുകിൽ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിങ്ങായിട്ട് കൃത്യമായിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം അല്ലേ. എന്നിട്ട് അത് എത്ര എടുക്കണം, 5 സെന്റിമീറ്റർ എടുക്കണം. അതുപോലെ തന്നെ ഇവിടെയും പ്രൊട്രാക്ടർ എടുത്തിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് അവിടെയും നമുക്ക് 5 സെന്റിമീറ്റർ എടുക്കാം അല്ലേ. എന്നിട്ട് ആ പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഒരു ചതുരം കിട്ടി. ഇനി ഇവിടെ പ്രൊട്രാക്ടർ തന്നെ എടുക്കണമെന്നില്ല, നമുക്ക് എന്ത് സെറ്റ് സ്കോർ ഉപയോഗിച്ചാലും മതി അല്ലേ. സെറ്റ് സ്കോർ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ നമുക്ക് എന്ത് ഒരു മട്ടം വരച്ചാലും മതി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ചതുരം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വരയ്ക്കാൻ പറ്റും. ഇനി ഒരു സ്ക്വയർ ആണെങ്കിലോ, അവിടെയും നമുക്ക് ഒരു വശത്തിന് നീളം കിട്ടിയാൽ മതി അല്ലേ. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒരു വശത്തിൻ്റെ, കാരണം 4 വശങ്ങൾക്ക് ഒരേ നീളമാണല്ലോ. അപ്പോൾ ഒരു വശത്തിന് നീളം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു 5 സെന്റിമീറ്റർ ആണെങ്കിൽ 5 സെന്റിമീറ്റർ നമ്മൾ വരച്ചു. അതിനുശേഷം ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് അടുത്ത ഒരു 5 സെന്റിമീറ്റർ ഇങ്ങനെ വരയ്ക്കണം അല്ലേ. അതുപോലെ ഈ അറ്റത്ത് നിന്നും 5 സെന്റിമീറ്റർ വരയ്ക്കണം. എന്നിട്ട് ഇവ തമ്മിൽ കൂട്ടിമുട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഒരു സ്ക്വയർ വരയ്ക്കാൻ പറ്റി അല്ലേ. ഇനി നമുക്ക് ഈ ഒരു പാരലോഗ്രാം, അതായത് സമാന്തരീകം എങ്ങനെയാണ് വരയ്ക്കുക എന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പം ഇതന്നെ ആയിക്കോട്ടെ നീളം. ഇതിൻ്റെ നീളം ഇപ്പോൾ ഒരു 7 സെന്റിമീറ്റർ, വീതി 5 സെന്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ നീളം നമുക്കൊരു 7 സെന്റിമീറ്റർ, ഇതിൻ്റെ വീതി ഒരു 5 സെന്റിമീറ്റർ. ഓക്കെ, ഇത് നമുക്ക് വരയ്ക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് രണ്ടും വരച്ച പോലല്ല. ഇനി ശ്രദ്ധിച്ചിരിക്കുക, ഇത് രണ്ടും വരച്ച പോലല്ല ഇനി നമുക്ക് വരയ്ക്കേണ്ടത്. കാരണം നോക്കിയാൽ ഇവിടെ നമുക്ക് നീളവും വീതിയും മാത്രം നമുക്ക് തന്നിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഇത് പലതരത്തിൽ ഇതേ അളവ് വെച്ചിട്ട് നമുക്ക് പലതരത്തിൽ സമാന്തരങ്ങൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ആദ്യം അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് നീളവും വീതിയാണ് തന്നിട്ടുണ്ടായത് അല്ലേ. ഒരു പാരലോഗ്രാം വരയ്ക്കാൻ വേണ്ടി നീളവും വീതിയും 7 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ തന്നു. അപ്പോൾ ഈ അളവ് വെച്ചിട്ട് ഞാൻ 3 രീതിയിൽ പാരലോഗ്രാം വരച്ചിട്ടുണ്ട് അല്ലേ. നോക്കിയാൽ ഇവിടെ 7 സെന്റിമീറ്റർ, വീതി 5 സെന്റിമീറ്റർ, ഇവിടെ 7, ഇത് 5, ഇവിടെ 7, ഇത് 5 അല്ലേ. ഇത് 3 എന്താണ്, പാരലോഗ്രാം തന്നെയാണ് അല്ലേ. ഇതുപോലെ നമുക്ക് പല രൂപത്തിൽ നമുക്ക് പാരലോഗ്രാം വരയ്ക്കാൻ പറ്റും. അതായത് നീളവും വീതിയും മാത്രം തന്നു കഴിഞ്ഞാൽ ഒരു പാരലോഗ്രാം നമുക്ക് പല തരത്തിലും വരയ്ക്കാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ പല തരത്തിൽ വരാൻ കാരണം, പല തരത്തിലല്ലേ, നീളവും വീതിയൊക്കെ തുല്യമാണ്, പക്ഷെ എന്തുകൊണ്ടാണ് ഈ പല തരത്തിൽ വരാൻ കാരണം, ഇവിടെ ഈ നീളവും വീതിയും തമ്മിലുള്ള ആംഗിൾ, അവക്കിടയിലുള്ള ആംഗിൾ എന്താണ്. ഞാനിപ്പോൾ നോക്കിയ ആദ്യത്തേതിൽ ഇനിയിപ്പോൾ ഒരു 40 ഡിഗ്രി എടുത്തു അല്ലേ. ഈ ആംഗിൾ ഞാൻ ആദ്യത്തിൽ 40 ഡിഗ്രിയാണ് എടുത്തത്. ഇനി ഇത് വരച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു 60 ഡിഗ്രി എടുത്തു. മനസ്സിലായില്ലേ. ഇവിടെ എടുത്തപ്പോഴോ ഞാനൊരു 90 ഡിഗ്രി എടുത്തു. അതായത് നീളവും വീതിയൊക്കെ ഞാൻ തുല്യമായിട്ട് എടുത്തു, പക്ഷേ അതിനിടയിലുള്ള ആംഗിൾ ഞാൻ എന്ത് ചെയ്തു, ആദ്യത്തേൽ 40 എടുത്തു, പിന്നത്തേൽ 60 എടുത്തു, പിന്നത്തേൽ 90 എടുത്തു. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള അളവ്, അതായത് നീളവും വീതിയും തന്നിട്ട് അതിനിടയിലുള്ള ആംഗിളും കൂടി തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരേ ഒരു പാരലോഗ്രാം മാത്രമേ വരയ്ക്കാൻ പറ്റൂ. ഇപ്പം നമ്മുടെ ചോദ്യത്തിൽ നോക്കിയാൽ നീളം 7, വീതി 5, അവയ്ക്കിടയിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് വരയ്ക്കാൻ പറ്റുമോ, ഇത് രണ്ടും വരയ്ക്കാൻ പറ്റില്ല. എന്താ വരയ്ക്കാൻ പറ്റുള്ളൂ, ഈ ഒറ്റ പാരലോഗ്രാം മാത്രം എനിക്ക് വരയ്ക്കാൻ പറ്റൂ. കാരണം 7 സെന്റിമീറ്റർ എടുത്തു, അവയ്ക്കിടയിലുള്ള ആംഗിൾ 60 ഡിഗ്രി, കണ്ടില്ലേ. അപ്പോൾ 60 ഡിഗ്രി എടുത്തു, പിന്നെ നമുക്ക് 5 സെന്റിമീറ്റർ എടുത്തു. അങ്ങനെയാണെങ്കിൽ ആകെ ഈ ഒരേ ഒരു പാരലോഗ്രാമേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് വേണം, 2 വശങ്ങളുടെ നീളം കിട്ടണം, മാത്രമല്ല അവയ്ക്കിടയിലുള്ള ആംഗിളും കൂടി തരും. അപ്പോൾ അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരേ ഒരു പാരലോഗ്രാമേ വരയ്ക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ അളവുകൾ തന്നു അല്ലേ, 2 അളവുകൾ നമുക്ക് നോക്കിയാൽ 7 സെന്റിമീറ്റർ തന്നു, പിന്നെ നമുക്ക് 5 സെന്റിമീറ്റർ തന്നു, അവയ്ക്കിടയിലുള്ള ആംഗിൾ 60 ഡിഗ്രി. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഈ പാരലോഗ്രാം നമുക്ക് എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുക. അപ്പോൾ ആദ്യം നോക്കിയാൽ ഞാൻ 7 സെന്റിമീറ്റർ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, 7 സെന്റിമീറ്റർ വരച്ചു.
അത് നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലേ. ഇനി നോക്കിയാൽ ഇനി ഇവിടെ ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ 60 ഡിഗ്രി ഇവിടെ നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് എടുത്തിട്ട് 60 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ 5 സെൻറ്റിമീറ്റർ ഇങ്ങനെ വരച്ചു. അത് നമുക്ക് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും അല്ലേ. കൃത്യമായി 5 സെൻറ്റിമീറ്റർ വരച്ചു. അപ്പോൾ ഇതും വരച്ചു ഇതും വരച്ചു. ഇനി നമുക്ക് ഈ വര എങ്ങനെ വരയ്ക്കാൻ പറ്റും? അവിടെയാണ് വിഷയം അല്ലേ. ഇവിടെ നമുക്ക് എന്താണ് വേണ്ടി വരിക? നമ്മൾ ഇവിടെ പറഞ്ഞു ഒരു പാരലോഗ്രാമിൻ്റെ അല്ലേ ഒരു വശത്തിന്റെ കോണുകൾ എപ്പോഴും എന്തായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. നമ്മൾ പറഞ്ഞു നിർത്തി ആദ്യം അല്ലേ. അതായത് ഈ ആംഗിൾ കൂടി കൂട്ടിയാൽ 180, ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180, ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇത് 60 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 180 നിന്ന് 60 കുറച്ചാൽ മതി അല്ലേ. 180 മൈനസ് 60 = 120 ഡിഗ്രി. മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം 7 സെൻറ്റിമീറ്റർ നമ്മൾ വരച്ചു, പിന്നെ 60 ഡിഗ്രി എടുത്തിട്ട് 5 സെൻറ്റിമീറ്റർ നമ്മൾ ഇങ്ങനെ വരച്ചു. ഇനി നമുക്ക് ഇതെന്ത് വേണം? ഇവിടെ നമ്മൾ 120 ഡിഗ്രി എടുക്കണം. 120 നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? മൊത്തം 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയത് ഓർമ്മയില്ലേ. അപ്പോൾ മൊത്തം 180 ആയിരിക്കും. അപ്പോൾ മൊത്തം 180 ആണെങ്കിൽ അതിൽ നിന്ന് 60 പോയി കഴിഞ്ഞാൽ ബാക്കി ആംഗിൾ എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ. ഇനി നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാം അല്ലേ. 120 ഡിഗ്രി എടുത്തിട്ട് നമ്മുടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക? 5 സെൻറ്റിമീറ്റർ എടുക്കാം അല്ലേ. എന്നിട്ട് ആ 2 പോയിന്റുകൾ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? പാരലോഗ്രാം കിട്ടി. ഇനി നമുക്ക് ഇങ്ങനെ വരയ്ക്കാതെ മറ്റൊരു എളുപ്പ രീതിയിൽ കൂടി ഇത് നമുക്ക് വരയ്ക്കാൻ പറ്റും. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യുക? ആദ്യം 7 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ 7 സെൻറ്റിമീറ്റർ ഞാൻ ആദ്യം വരയ്ക്കുന്നു. അപ്പോൾ ഓക്കെ നോക്കിയാൽ 7 സെൻറ്റിമീറ്റർ ഞാൻ ആദ്യത്തെ വര വരച്ചു. ഇനി ഇവിടെ എന്താണ്? നമുക്ക് 60 ഡിഗ്രി അല്ലേ. അപ്പോൾ ഞാൻ പ്രൊട്രാക്ടറിൽ 60 ഡിഗ്രി എടുത്തിട്ട് ഇവിടെ ഞാൻ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഇതേ 60 ഇവിടെ 5 സെൻറ്റിമീറ്റർ ഞാനിങ്ങനെ വരയ്ക്കാൻ പോകണം. ഞാനിവിടെ നോക്കിയാൽ ഇവിടെ 60 ഡിഗ്രി എടുത്തു അല്ലേ. 60 ഡിഗ്രി എടുത്തിട്ട് ഇതേ ഈ ലൈൻ നോക്കിയാൽ 5 സെൻറ്റിമീറ്റർ ഞാനിങ്ങനെ വരച്ചു. നമുക്ക് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുകയാണ് അല്ലേ. വരച്ചു. ഇനി നമുക്ക് നോക്കിയാൽ ഇനി ഇവിടെ നമുക്ക് 120 ഡിഗ്രി എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഈ സാമാന്തരികത്തിന് അല്ലേ 1 മൂല 2 മൂല 3 മൂല അല്ലേ 3 മൂലകൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇവിടത്തെ 4ാമത്തെ മൂലയാണ് കിട്ടേണ്ടത് അല്ലേ. ഈ 4ാമത്തെ മൂല നോക്കിയാൽ ഇവിടെ നിന്ന് നോക്കിയാൽ 5 ഈ നീളം തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവും അല്ലേ. അതായത് ഇവിടെ നിന്ന് 5 സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഈ പോയിന്റ് ആണല്ലോ. അതുപോലെ ഇവിടെ നിന്ന് എത്ര സെൻറ്റിമീറ്റർ? 7 സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഈ പോയിന്റ്. ക്ലിയർ ആയില്ലേ? അതായത് ഇവിടെ നിന്ന് 7 സെൻറ്റിമീറ്ററും ഇവിടെ നിന്ന് 5 സെൻറ്റിമീറ്ററും അകലെയാണ് ഈ പോയിന്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ അല്ലേ ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് 5 സെൻറ്റിമീറ്ററും ഇവിടെ നിന്ന് 7 സെൻറ്റിമീറ്ററും അല്ലേ. അപ്പോൾ നമുക്കൊരു കോമ്പസിൽ എന്തെടുക്കാം? 5 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്കൊരു ആർക്ക് കണ്ട് വരച്ചു കൊടുക്കാം. ഇനിയോ ഇവിടെ നിന്ന് 7 അല്ലേ. അപ്പോൾ അതേ അളവല്ലേ ഇവിടെ നിന്ന് 7 വേണ്ടേ. അപ്പോൾ കോമ്പസിൽ 7 സെൻറ്റിമീറ്റർ എടുക്കുന്നു, എന്നിട്ട് കോമ്പസ് ഇവിടെ കുത്തുന്നു. 7 സെൻറ്റിമീറ്റർ ഞാൻ ഒരു ആർക്ക് വരയ്ക്കുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ പോയിന്റ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ 120 ഡിഗ്രി എടുക്കാനൊന്നും നിൽക്കണ്ട. ഈ 2 വരകൾ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ചെയ്താൽ മതി? കോമ്പസിൽ ഈ നീളം എടുത്തിട്ട് ആർക്ക് വരയ്ക്കുന്നു, ഈ നീളം എടുത്തിട്ട് ഇവിടെയും ആർക്ക് വരയ്ക്കുന്നു. നമുക്ക് എന്ത് കിട്ടി? ഈ 4ാമത്തെ മൂല കിട്ടി. ഇനി ഇവ തമ്മിൽ നമുക്ക് ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് പാരലോഗ്രാം വരയ്ക്കാനുള്ള എളുപ്പത്തിലുള്ള രീതി. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 178 കുറച്ച് ചോദ്യങ്ങളുണ്ട് അല്ലെ, കുറച്ച് വരയ്ക്കാനുണ്ട്. അത് നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കിയാൽ ദി ഫിഗേഴ്സ് ബിലോ ആർ കോമ്പിനേഷൻ ഓഫ് 3, 4 ആൻഡ് 5 ഈക്വൽ റോംബസസ്. റോ ഈച്ച് ആൻഡ് കളർ ഇറ്റ്. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൽ ആദ്യത്തെ ചിത്രമാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള ഈ 3ഉം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? റോംബസ് അല്ലേ, അതായത് സമഭുജ സമാന്തരികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നമുക്കൊന്ന് ഇവിടെ വരയ്ക്കണം, എന്നിട്ട് അതിന് കളർ കൊടുക്കണം. അപ്പോൾ ഇവിടെ നോക്കി നമുക്ക് ഒന്നിന്റെ അളവ് വന്നിട്ടില്ല അല്ലേ. ഇത് സമഭുജ സമാന്തരികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വശത്തിന്റെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ഇവിടെ, അത് തന്നെയായിരിക്കും ഇവിടെ, അത് തന്നെയായിരിക്കും ഇവിടെ അല്ലേ. അത് നമുക്കറിയാം. പക്ഷെ അതിന്റെ അളവൊന്നും നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നിങ്ങളുടെ നോട്ട് ബുക്കിൽ വരയ്ക്കേണ്ട രൂപത്തിലുള്ള ഒരു അളവ് എടുത്തിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇത് നമുക്കറിയാം എന്താണ്? റോംബസുകളാണ് അല്ലെ, സമഭുജ സമാന്തരികളാണ്. അങ്ങനെയാണെങ്കിൽ 4 വശങ്ങൾ ഇതിൻ്റെ ഒക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത്ര മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം? ആദ്യം നമുക്ക് നോക്കിയാൽ ഈ ലൈൻ അല്ലേ, ഈ ലൈൻ ഫസ്റ്റ് നമുക്ക് വരച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടി? നമുക്ക് ഒരു റോംബസിന്റെ അല്ലെ വശങ്ങൾ, ഒരു വശം കിട്ടി, ഇതിന്റെ ഒരു വശം കിട്ടി അല്ലേ. അപ്പോൾ ഈ നീളം തന്നെയാണ് നമുക്ക് ഇവിടെയും വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു പണി ചെയ്യാം, ഒരു 2 സെൻറ്റിമീറ്റർ, അതായത് ഈ വശം നമുക്ക് 2 സെൻറ്റിമീറ്ററേക്ക് എടുക്കാം. അതായത് ഇത് റോംബസിന്റെ ഒരു സൈഡ് 2 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് നോട്ട് ബുക്കിൽ കൃത്യമായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ വലിപ്പത്തിലേക്കൊന്നും വരയ്ക്കേണ്ട, ഒരു അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്ത രൂപത്തിൽ നമുക്ക് 2 സെൻറ്റിമീറ്റർ എടുക്കാം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ 2 സെൻറ്റിമീറ്റർ, ഇതൊക്കെ എത്രയായിരിക്കും?
ഇത് 2 സെൻറ്റ് അല്ലേ, എല്ലാ വശങ്ങളും എന്തായിരിക്കും 2 സെൻറ്റിമീറ്റർ വെച്ചായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ഈ ലൈൻ അങ്ങോട്ട് വരയ്ക്കാം അല്ലേ. അപ്പോൾ 2ഉം 2ഉം എത്രയും 4 അല്ലേ. അപ്പോൾ 4 സെൻറ്റിമീറ്റർ നമ്മൾ ഒരു വര വരയ്ക്കുന്നു. അതിൻ്റെ മിഡ് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ നിൽക്കുക 4 സെൻറ്റിമീറ്റർ അല്ലേ, ഇത് 2 സെൻറ്റിമീറ്റർ, ഇതും 2 സെൻറ്റിമീറ്റർ. ഈ ലൈൻ ഞാൻ വരച്ചു അല്ലേ. ഇനി നമുക്ക് എന്ത് വേണം, ഇതിൻ്റെ അല്ലേ, ഇതെന്താണ് റോംബസ് ആണ് അല്ലേ, സമഭുജ സമാന്തരങ്ങൾ. ഇതിൻ്റെ ഈ ആംഗിൾ കിട്ടണം അല്ലേ. ആംഗിൾ നമുക്ക് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് നോക്കിയാൽ ഈ ചിത്രത്തിൽ നിന്ന് ആംഗിൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊരു സ്ട്രേറ്റ് ലൈൻ അല്ലേ അല്ലേ, ഒരു വരയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ മൊത്തം ആംഗിൾ എത്ര ഉണ്ടായിരിക്കും, മൊത്തം ആംഗിൾ 180 ഡിഗ്രി അല്ലേ. 180 ഡിഗ്രിയാണ് മൊത്തം ആംഗിൾ അല്ലേ. അപ്പോൾ ഇതിനെ നോക്കിയാൽ 1, 2, 3 ഏറെക്കുറെ തുല്യമായ 3 ഭാഗങ്ങളാക്കിയിട്ടുണ്ട് അല്ലേ. 1 ഭാഗം, 2 ഭാഗം, 3 ഭാഗം ആണല്ലോ. അപ്പോൾ നമുക്കിതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന എത്ര കിട്ടും, 180/3 60 ഡിഗ്രി അല്ലേ, 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആംഗിൾ എത്രയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ മൊത്തം ഇത് 180 അല്ലേ. അപ്പോൾ 180 നമ്മൾ 3 ആക്കി ഡിവൈഡ് ചെയ്തു. അപ്പോൾ 60, 60, 60 അല്ലേ. അപ്പോൾ അതേ അളവ് തന്നെ ആയിരിക്കും ഇവിടെയും 60, 60, 60. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഈ പോയിന്റ് അല്ലേ, മിഡ് പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് നമുക്ക് ഇവിടെ 60 ഡിഗ്രി ആംഗിളിൽ എന്ത് ചെയ്യണം, ഇവിടെ എത്ര വേണം, ഇത് 2 ആണെങ്കിൽ ഇത് 2 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 2 സെൻറ്റിമീറ്റർ ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാം. ആ വര എന്ത് ചെയ്യാം, നമുക്ക് നേരെ ഇങ്ങോട്ട് നീട്ടിയിട്ട് ഇവിടെയും ഒരു 2 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പം വരയ്ക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നിന്നിട്ട് പ്രൊട്രാക്ടർ വെച്ചിട്ട് 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ നോക്കിയാൽ ഇവിടെ നിന്ന് കൃത്യമായിട്ടല്ല 60 ഡിഗ്രിയിൽ ഞാൻ മാർക്ക് ചെയ്യാൻ പോണ്. അപ്പോൾ 10, 20, 30, 40, 50, 60 ഓക്കെ, പോയിന്റ് കിട്ടി അല്ലേ. ഇനി നമുക്കൊരു പണി ചെയ്യാം, ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കിയാൽ ഇനി വീണ്ടും നമ്മൾ ഒരു 60 എടുക്കണ്ടേ. അപ്പോൾ നമുക്ക് ഒരു പണി ചെയ്യാം, ഇനി ഇവിടെ നിന്ന് 120 അല്ലേ, 60, 60, 120. അപ്പോൾ 120 ഒരു മാർക്ക് കൂടി ചെയ്ത് വെച്ചോ. അപ്പോൾ നമ്മൾ പണി എളുപ്പമായില്ലേ. അപ്പോൾ ഈ പോയിന്റ് കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇപ്പോൾ നോക്കിയാൽ 2 പോയിന്റ് കിട്ടിയാലോ. ഇനി നമുക്കിപ്പോൾ കൂട്ടി യോജിപ്പിക്കണം. ഇത് എത്ര സെൻറ്റിമീറ്റർ പാടുള്ളൂ, 2 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് 2 സെൻറ്റിമീറ്റർ കൃത്യമായിട്ട് ആദ്യം സ്കെയിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് 2 സെൻറ്റിമീറ്ററിൽ നമ്മൾ ഈ വര വരയ്ക്കുക. അതുപോലെ ഇങ്ങോട്ടും വരയ്ക്കുക. പിന്നെ എന്ത് ചെയ്യാം, ഈ വര തന്നെ നേരെ നമുക്ക് ഇങ്ങോട്ടും 2 സെൻറ്റിമീറ്റർ എടുക്കാം, ഇങ്ങോട്ടും 2 സെൻറ്റിമീറ്റർ എടുക്കാം. അപ്പോൾ ഞാനിവിടെ നോക്കിയേ അല്ലേ, നമ്മൾ ആ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് കൂട്ടി യോജിപ്പിച്ചല്ലേ. ഇനി നമുക്ക് എത്ര മതി, ഇവിടെ 2 സെൻറ്റിമീറ്റർ മതി അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റ് 2 സെൻറ്റിമീറ്റർ അളന്നിട്ട് ആ പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, നോക്കിയാൽ ഇവിടെയാണ് പോയിന്റ് വരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ തന്നെ ഇവിടെ 2 സെൻറ്റിമീറ്റർ കൃത്യമായിട്ട് വരച്ചാൽ മതി. നീട്ടി വരയ്ക്കണമെന്നില്ല, നീട്ടി വരയ്ക്കണോ നീട്ടി വരച്ചോ, പിന്നെ അത് നമുക്ക് മായ്ച്ച് കളയാം. മനസ്സിലായില്ലേ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ വര നീട്ടിയിട്ട് എന്ത് ചെയ്യണം, ഇവിടെയും നമുക്ക് 2 സെൻറ്റിമീറ്റർ വേണം അല്ലേ. അപ്പോൾ ഇത് നീട്ടിയിട്ട് ഇവിടെ നിന്ന് കൃത്യമായിട്ട് 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇതിങ്ങനെ നീട്ടി വരയ്ക്കാം. കണ്ട, ഇത് ഇങ്ങോട്ട് നീട്ടി. അപ്പോൾ 2 സെൻറ്റി ഇവിടെയും കിട്ടി, 2 സെൻറ്റി ഇവിടെയും കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും നമുക്ക് ഇതുപോലെ 2 സെൻറ്റിമീറ്റർ ഇങ്ങനെ വരയ്ക്കാം. ഈ വര ഇങ്ങോട്ട് നീട്ടി കൊടുക്കുക, 2 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് നീട്ടി എടുക്കുക. അപ്പോൾ അത് മനസ്സിലായില്ലേ. അപ്പോൾ ഞാൻ ഇവിടെ നോക്കിയാൽ ഇവിടെ ഞാൻ കൃത്യമായിട്ട് 2 സെൻറ്റിമീറ്റർ എടുത്തു. അതുകൊണ്ട് നോക്കിയാൽ ആ പോയിന്റുമ്പോൾ ടച്ച് ചെയ്തില്ല അല്ലേ. ടച്ച് ചെയ്യാതെ ഞാൻ എന്ത് ചെയ്ത് കറക്റ്റായിട്ട് 2 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് കൊടുത്തു. അതേപോലെ 2 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും വരച്ചു. ഓക്കെ, നമുക്ക് ഈ കൂടുതലുള്ളത് അത് നമുക്ക് മായ്ച്ച് കളയാം. ഇനി നമുക്ക് നോക്കിയാൽ എവിടെയൊക്കെ റോംബസ് വേണ്ടത്, ഇവിടെ ഒരു റോംബസ് വരും അല്ലേ, ഇവിടെ ഒരു റോംബസ് വരും, ഇവിടെ ഒരു റോംബസ് വരും. അപ്പോൾ ഇവിടെ നമുക്ക് റോംബസ് വരയ്ക്കാമല്ലോ. എങ്ങനെ വരയ്ക്കേണ്ടത്, ഈ നീളം തന്നെയായിരിക്കും ഇവിടെ വരേണ്ടത് അല്ലേ. ഈ നീളങ്ങളൊക്കെ സെയിം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോമ്പസ് എടുത്തിട്ട് നോക്കിയാൽ ഇതേ അളവ് അല്ലേ, അളവൊക്കെ സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ നമുക്കൊരു ആർക്ക് വരയ്ക്കാം. അതുപോലെ തന്നെ ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ കുത്തിയിട്ട് ഇവിടെയും ഒരു ആർക്ക് വരയ്ക്കാം. എന്നിട്ട് അവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഈ റോംബസ് കിട്ടി. അതുപോലെ നമുക്ക് ഇവിടെയും ചെയ്യാം, ഇവിടെയും ചെയ്യാം. ഇവിടെ ഞാൻ ഇവിടെ കോമ്പസ് ഇട്ട് ഇവിടെ ഒരു ആർക്ക് വരച്ചു. അതേ അളവിൽ തന്നെ ഇവിടെ കുത്തിയിട്ട് ഇവിടെ ആർക്ക് വരച്ചു അല്ലേ. അപ്പോൾ ഇതേ അളവിന് എടുക്കാം. മനസ്സിലായി, 2 സെൻറ്റിമീറ്റർ നമ്മൾ എടുത്തത്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ ആർക്ക് വരച്ചു, ഇവിടെ ആർക്ക് വരച്ചു. ഇനി ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അതുപോലെ തന്നെ ഇവിടെ കുത്തിയിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കാം, ഇവിടെ കുത്തിയിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കാം. ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അതുപോലെ ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ കുത്തിയിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കാം, ഇവിടെ കുത്തിയിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കാം അല്ലേ. എന്നിട്ട് ആ പോയിന്റ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഞാൻ ഇവിടെ ആർക്കുകളൊക്കെ വരച്ചു. ഇനി എന്ത് ചെയ്യാം, ഈ പോയിന്റുകൾ തമ്മിൽ അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കാം. നോക്കിയാൽ ഞാനതൊക്കെ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് ഈ ചിത്രം കിട്ടി അല്ലേ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കളർ അങ്ങോട്ട് കൊടുക്കാം. ഇനി നമുക്ക് മറ്റൊരു എളുപ്പപ്പണി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നോക്കിയാൽ ആദ്യം നമ്മൾ ഇത് വരച്ചു അല്ലേ. ഇത് വരച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോമ്പസ് കൂടെ കുത്തിയിട്ട് ഇവിടെ 2 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഈ 2 സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്ത് നമുക്ക് ആദ്യം ഒരു സർക്കിൾ ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം. മനസ്സിലായില്ലേ. അപ്പോൾ ആദ്യം നമ്മളൊരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് എളുപ്പമായിരിക്കും. സർക്കിൾ വരച്ചിട്ട് നമുക്ക് ഇവിടെ 60 എടുത്തിട്ട് നേരെ സർക്കിൾ മുട്ടുന്ന വരെ ഇങ്ങോട്ട് നീട്ടാം. കണ്ട, പിന്നെ ഇവിടെ 60 എടുത്തിട്ട് സർക്കിൾ മുട്ടുന്ന വരെ ഇങ്ങോട്ട് നീട്ടാം. എന്നിട്ട് അവസാനം എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ സർക്കിൾ മാറ്റി കൊടുത്താലും മതി. മനസ്സിലായില്ല. അപ്പം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ കോമ്പസ് കുത്തിയിട്ട് 2 സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്തിട്ട് ആദ്യം ഒരു സർക്കിൾ ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം.
ക്ലിയർ ആയില്ലേ? എന്നിട്ട് 60 വെച്ചിട്ട് എന്ത് ചെയ്യുക, 60 ഡിഗ്രി എടുത്തിട്ട് ദൈവ സർക്കിളിൽ മുട്ടിക്കുക, അവരെ നേരെ ഈ സർക്കിളിൽ മുട്ടിക്കുക. കണ്ട, സർക്കിളിൽ ഈ ഭാഗത്ത് മുട്ടിക്കുക, ഇപ്പുറത്ത് മുട്ടിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ നേരം പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവസാനം എന്ത് ചെയ്യാം, ഇത് വരച്ച് നമുക്ക് സർക്കിൾ അങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതുപോലെ ആർക്ക് വരയ്ക്കുക. ഈ നീളം എടുത്തിട്ട് കോമ്പസ് കൊണ്ട് ആർക്ക് വരച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് വരയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ വരയ്ക്കാം.